കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ അവസാനിപ്പിച്ചതിൽ കോഴിക്കോട് വ്യാപകമായ പ്രതിഷേധം ശക്തമാകുന്നു. അർജുന്റെ നാടായ കണ്ണാടിക്കലിലാണ് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയത്. നാട്ടുകാർ ചേർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വളരെ വലിയൊരു ജനക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ്. എന്തൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന് വേണ്ടി നാട് മുഴുവൻ ഈ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പറയുന്നത് രക്ഷാപ്രവർത്തനം ഇന്നും വളരെ നേരത്തെ തന്നെ അവസാനിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ ബാനറിലൊക്കെ തന്നെയും സേവ് അർജുൻ, രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക, ഡിമാൻഡ് ഫോർ ആർമി റെസ്ക്യൂ എന്നൊരു ബാനർ ഉയർത്തി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ നാട് മുഴുവൻ അർജുന് വേണ്ടി ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാം. ചേട്ടാ, വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ജാതിഭേദമന്യേ ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി ഇത്തരത്തിൽ പ്രതിഷേധിക്കുവാനായി റോഡിലേക്ക് എത്തുന്നു. കുഞ്ഞു മക്കളടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതെ 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 ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് നാട്. ആ കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ വേദനയും പ്രയാസവും മനസ്സിലാക്കി ഈ നാട് ഒന്നിച്ച് നിൽക്കുക. അതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അത് കൂട്ടായി നിൽക്കുന്നു. അങ്ങനെ നിൽക്കാനൊരു കാരണം ഇതുവരെ നടന്നിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനത്തിൻ്റെ അകത്ത് വേണ്ടത്ര ജാഗ്രതയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ കുടുംബം ഇന്നലെ മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനങ്ങൾ അപര്യാപ്തമാണെങ്കിൽ കേന്ദ്ര സേന മിലിറ്ററിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഊർജിതമാക്കണം പ്രവർത്തനം എന്നുള്ളത്. ഇന്ന് രാത്രി അന്വേഷണം അവസാനിക്കുന്ന സമയത്തും അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് പ്രതീക്ഷകൾ അവസാനിക്കുന്ന ദിവസങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ എത്ര ദിവസം വരെ കിട്ടും? അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ അവസാനിക്കുന്നു. ആ പ്രതീക്ഷ അവസാനിക്കുന്നിടത്താണ് അവർ പരസ്യമായ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെയൊക്കെ സഹായം തേടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊരു ശുഭപ്രതീക്ഷ തന്നെയല്ലേ? അതെ 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 അങ്ങനെ ഒരു സാഹചര്യം അവരാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇപ്പോൾ അത് ശരിയായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ നേരത്തെ ആവുമായിരുന്നെങ്കിൽ കുറെ കൂടി പ്രതീക്ഷ ഉണ്ടാവുമായിരുന്നു. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ സംഘടിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാഷ്ട്രീയ ജാതി ഭേദമന്യേ രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം കാണിക്കുന്ന കർണാടക സർക്കാരിനെതിരെ സേവ് അർജുൻ എന്ന് പറഞ്ഞ വലിയൊരു രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ചേട്ടാ, അർജുന് വേണ്ടിയുള്ള ഒരു നീണ്ട കാത്തിരിപ്പ്, ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവും സങ്കടവും ഒക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? അർജുനെ രക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എത്രയും വേഗം അർജുനെ കണ്ടെത്തുക, അതിനുള്ള ശ്രമം നടത്തുക, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇത് ഈ വീട്ടുകാരുടെ മാത്രം ശബ്ദമല്ല, ഇത് ഈ നാട്ടുകാരുടെ ശബ്ദം കൂടിയായി മാറുകയാണ്. ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള ജനപ്രവാഹമാണ് ഈ റോഡിലുള്ളത്. റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അർജുന് വേണ്ടി ഒരു നാട് മുഴുവൻ ഇറങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ ബാനറിലൊക്കെ തന്നെയും പ്രവർത്തനത്തിൽ കർണാടക തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക, സേവ് അർജുൻ എന്ന മുദ്രാവാക്യമൊക്കെ ഉന്നയിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് കടക്കാവുന്നതാണ്. ചേട്ടാ, ഇത്തരത്തിൽ അർജുന് വേണ്ടിയുള്ളൊരു പോരാട്ടം തന്നെയാണ് തുടർന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇന്നും നേരത്തെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം വരെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത് രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, റോഡിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നു. തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചതിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിൽ അർജുൻ 5 ദിവസമായി അവിടെ കുടുങ്ങി കിടക്കുന്നു. അപ്പം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാസ്ഥയാണ് ഇത്രയും വൈകിക്കാൻ കാരണം. ഈ വൈകിയ വേളയിൽ പോലും അവർ ഒരു തുടർ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം.
തീർച്ചയായും വിഷ്ണു, ഇവർ പറയുന്നത് 5 ദിവസമായി ഇന്നേക്ക് ഈ തിരച്ചിൽ ഊർജിതമായ ഒരു പ്രവർത്തനം ഒന്നും തന്നെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. വലിയൊരു തരത്തിലുള്ള അലംഭാവം തന്നെയാണ് ഉണ്ടാവുന്നത്. സൈന്യത്തെ കൊണ്ടുവരണം എന്നൊരു ആവശ്യം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. കൂടാതെ തന്നെ 5-ാം ദിവസമായി പ്രതീക്ഷയൊക്കെ അറ്റിരുന്നു എന്നൊക്കെ തന്നെയും അർജുന്റെ മാതാവ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലിൽ അർജുന്റെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ നാട്ടുകാർ മാത്രമല്ല, അയൽവാസികളുണ്ട്, അർജുന്റെ ബന്ധുക്കളുണ്ട്, കൂടാതെ കുഞ്ഞു കുട്ടികളടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും വ്യക്തമാകുന്നത്. വിഷ്ണു, ഒരു നാട് മുഴുവൻ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നു. ആരോഗ്യവാനായി അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്താത്തതിൽ വലിയൊരു പ്രതിഷേധവുമായി നാട് മുഴുവൻ രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഈ നാട്ടുകാരൊക്കെ തന്നെയും ഈ റോഡിൽ ഒത്തുചേർന്നിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അർജുൻ സുരക്ഷിതനായി തിരിച്ചു വരണം, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണം, ആർമി അടക്കമുള്ള സൈന്യത്തിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. വീട്ടുകാർ ഉന്നയിച്ച അതേ ആവശ്യം തന്നെയാണ് നാട്ടുകാരും ഉന്നയിച്ചിരിക്കുന്നത്. രാത്രി ഏറെയായി, എന്നിട്ട് പോലും ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കാരണം രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചതിന്റെ വലിയൊരു ആഘാതം ഇവരിലുണ്ട്. അതായത് ഇന്നലെ 9 മണിയോടുകൂടി മോശമായ കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്ന് 5:30 രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞിട്ടും ആ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നില്ല എന്നൊരു ആരോപണവും ഉയർന്നു വന്ന സാഹചര്യമുണ്ട്. ഇന്ന് കുടുംബം അടക്കം ആവശ്യപ്പെട്ടത് ഒരിക്കലും 9 മണിക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത് ഒരു കാര്യമാണ് കുടുംബം അടക്കം ആവശ്യപ്പെട്ടത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണുള്ളത്. എന്റെ പിന്നിൽ കാണുന്ന ബാനറിൽ സേവ് അർജുൻ, രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കണം, സേവ് അർജുൻ, അർജുനു വേണ്ടി ഒരു നാട് മുഴുവൻ വീട് മുഴുവൻ കാത്തിരിക്കുകയാണ് വിഷ്ണു. യെസ്, ദിസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം ഒരു മന്ദഗതിയിൽ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ അവസാന ഘട്ടത്തിലും ഒരു നിർണായകമായ ഒരു സിഗ്നൽ, മണ്ണിനടിയിൽ യന്ത്രഭാഗങ്ങൾ ഉണ്ടെന്നുള്ള ഒരു സിഗ്നൽ ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. നേരത്തെ അവർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂലമായൊരു കാലാവസ്ഥയാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം ഇത്രത്തോളം നേരത്തെ നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം മറ്റൊരു കോണിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായി കുടുംബത്തിനെ കർണാടക അധികൃതർ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ? നിലവിൽ കുടുംബം പറയുന്നത് അവിടുന്ന് അധികൃതരൊക്കെ തന്നെയും ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ശരിയാക്കാം എന്നൊരു കാര്യം മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അവർ പറയുന്നത് ഈ സേവനം നടത്തുന്ന വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെയും ഈ നാട്ടിൽ നിന്നും അർജുന്റെ രക്ഷയ്ക്കായി പോവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സൈന്യത്തെ കൊണ്ടുവരിക, എന്തിനാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നൊരു കാര്യം തന്നെ വളരെ വ്യക്തമായി ആ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ലോറിയുടെ ലൊക്കേഷൻ അടക്കം ഇവർ ഈ 5 ദിവസം മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അർജുൻ മിസ്സിംഗ് ആണ്, അർജുനെ കാണാനില്ല എന്ന് അറിഞ്ഞതു മുതൽ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഇവർ പരാതിയുമായി പോയി. പിന്നീട് അവിടുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയും അർജുന്റെ ഫോട്ടോ അടക്കം വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. വിഷ്ണു, എന്തായാലും കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൈന്യത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സേവനം അനുഷ്ഠിക്കാൻ തയ്യാറായ വോളണ്ടിയേഴ്സിനെ കൊണ്ട് അവിടെ എത്തിക്കുകയും സുരക്ഷിതമായി അർജുനെ തിരിച്ചെത്തിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇവർ പറയുന്നത്. ഇന്ന് അമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നൊരു കാര്യമാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ, ഇതുപോലെ മണ്ണിനടിയിൽ കുറേയേറെ ജീവനുകളുണ്ട്, അവരെയൊക്കെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇത് കണ്ടിരിക്കുന്നത്. അർജുനു വേണ്ടി ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാട്ടുകാർ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കണ്ണാടിക്കൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ കൃത്യമായൊരു സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ ചെലുത്താൻ സംസ്ഥാന സർക്കാരിനും സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതല്ലേ? ഒരുപക്ഷെ കൃത്യമായൊരു സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ ചെലുത്തിയിരുന്നെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ വേഗത്തിലായിരിക്കില്ലേ? ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിലും ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകാൻ ഒരു ഉത്തരവാദിത്വമില്ലേ?
തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം ഇത് തന്നെയാണ് ആരോപിക്കുന്നത്. 15-ാം തീയതി അർജുൻ അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. 16-ാം തീയതി ഫോൺ റിങ് ചെയ്യുന്നു. പിന്നീട് ഫോൺ ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പിന്നീട് പല തവണ മിസ്സിംഗ് കേസ് അടക്കം അവർ കർണാടക പോലീസിലും ചേവായൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും വ്യക്തമാക്കുന്നത്. അല്പം മുൻപ് മാധ്യമപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷം സഹോദരി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി, ഒരിക്കലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത്, 5 ദിവസമായി. ഇനി അവർ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തന്നെയും അവസാനിക്കാറായി എന്ന് വളരെ വികാരാതീതിയായി തന്നെയാണ് സഹോദരി നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ് നാട് മുഴുവൻ. വിഷ്ണു, എനിക്ക് പിന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയും പറയുന്നത് അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരും, ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു നാട്. ആ നാടിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു അലംഭാവം ഉണ്ടായി. ആ അലംഭാവത്തിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. പ്രതീക്ഷയോടെ, ശുഭപ്രതീക്ഷയോടെ ആരോഗ്യവാനായ അർജുൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെയാണ് ഒരു കുടുംബവും നാട്ടുകാരും കഴിയുന്നത്. വിഷ്ണു. യെസ്, കൃഷ്ണ സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.